ഒരു ദിവസം പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറകിൽ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ള, ഒരൊറ്റ അടി അടിക്കുന്നു. എൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത്. സോജൻ വർഗീസ് എന്ന് പറയുന്ന അച്ചായനെ പറ്റിയിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്നലെ പുള്ളിയുടെ അളിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിരുന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വിവാഹ തട്ടിപ്പ് വീരനാണ്, ഒരുപാട് പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണങ്ങൾ കവർന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പുറകെ തന്നെ ഇന്നലെ ജിനു തോമസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ അച്ചായനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ചായനിൽ നിന്ന് നേരിട്ട ക്രൂരതകളും അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ എന്താണ് എന്ന് ഈ പുള്ളിക്കാരത്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും കുറച്ച് നാൾക്ക് മുന്നേ ഈ ജിനു തോമസും അച്ചായനുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫോട്ടോയെ ചുറ്റിപ്പറ്റി. എന്തായാലും ആ ഒരു വിഷയത്തിൻ്റെയൊക്കെയുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു പെൺകുട്ടി പറയണത്. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സംസാരിച്ചു, പോയി തീർന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇതുപോലെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഈ പുള്ളി നമ്പർ വാങ്ങിച്ചു, എൻ്റെ നമ്പർ വാങ്ങിച്ചു, ഈ ഞാൻ പരിചയപ്പെട്ട ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഹലോ എന്നെ മനസ്സിലായോ എന്നൊക്കെ നോർമലി ടോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, DP ഒന്നും കണ്ടില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന അച്ചായനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി ചേട്ടാ, പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ തോന്നി സംസാരിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് നോർമലി ഉള്ള മെസ്സേജായി. ഓക്കെ, നമ്മളത് നോർമലി റിപ്ലൈ കൊടുക്കുന്നു, വിട്ടു. ഒരു ദിവസം ഈ പുള്ളിക്കാരൻ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു പുള്ളിയുടെ അമ്മ ഇങ്ങനെ എത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, 82-86 വയസ്സുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ശരി, അപ്പോൾ എനിക്ക് അമ്മയെ നോക്കാൻ ഒരാളെ വേണം, ആരെങ്കിലും അറിവിലുണ്ടോ എന്ന് ചോദിച്ചു. അച്ചാനും ഈ ഒരു പെൺകുട്ടിയും എങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്നാണ് ഈ ഒരു പെൺകുട്ടി പറയണത്. എന്തായാലും ഇവർ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അച്ചാൻ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു പെൺകുട്ടിയുടെ നമ്പർ മേടിക്കുന്നു. ഈ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറയുന്നു എൻ്റെ അമ്മയ്ക്ക് 82 വയസ്സുണ്ട്, എൻ്റെ അമ്മയെ നോക്കാനായിട്ട് ഒരാളെ വേണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതി ചോദിക്കുന്നു. അങ്ങനെ ഗ്രാജുവലി ഇവർ നല്ല രീതിയിൽ സംസാരിച്ച് വരുന്നു. അവസാനം ഈ ഒരു പെൺകുട്ടി തന്നെ ഈ അമ്മയെ നോക്കാനായിട്ട് അച്ചായൻ്റെ വീട്ടിൽ പോകുന്നു. ഇതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്തായാലും ബാക്കിയുടെ കാണാം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ ലീവ് നിൽക്കുന്ന സമയം, അപ്പം ഞാനിങ്ങനെ ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ചിലവുകൾ നമുക്ക് തന്നെ നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ നോർമലി എവിടെയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ ആരുമില്ല, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നോർമലി പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഇതുപോലെ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഇതുപോലെ നോർമലി കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അർജൻറ്റാണ്, എങ്ങനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ വിളിക്കുന്നത് ഇവർ അമ്മയും കൊണ്ടാണ്. ഈ സോജൻ എന്ന് പറയുന്ന ഈ തങ്കു എന്ന് പറയുന്ന അവർ അമ്മയും കൊണ്ടാണ് എന്നെ കോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നോർമലി സങ്കടമൊക്കെ പറഞ്ഞു, ആരുമില്ല, അവരെ കുറേ സ്റ്റോറീസ് പറഞ്ഞു, നോർമലി ഒരു സ്റ്റോറീസൊക്കെ പറഞ്ഞ് ചുരുക്കത്തിലൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ കേട്ട് ഓക്കെ അമ്മ വിഷമിക്കേണ്ട, നമ്മളൊരു അമ്മ, നമുക്കും ഉണ്ട് അമ്മമാർ, അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാനും പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട, അത് ഞാനിപ്പോൾ ഫ്രീ ആണ്, ഞാനൊന്ന് എന്നെ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാം അമ്മ, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ചാൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടി പോകുന്നു. ആ സമയത്ത് തൊപ്പിയുടെ ലൈവൊക്കെ ഉള്ളൊരു സമയമാണ്. പാതിരാത്രി 12 മണി 1 മണിക്കൊക്കെയാണ് അച്ചാൻ തിരിച്ച് വീട്ടിലോട്ട് കയറി വരുന്നത്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി കൂട്ടുകാരികളോടെ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് നീ ഇങ്ങനെ ഈ രാത്രിയിൽ ഫോണിൽ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ഈ ഒരു പെൺകുട്ടിയുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നു. പിറ്റേന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി പുതിയ ഫോണൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള കഥകളാണ്. ഇനിയാണ് നിങ്ങൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടത്. ഈ അച്ചായൻ ഈ പെൺകുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും അമ്മ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നെന്നും ഒക്കെയുള്ള രീതിയിലാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത്. അത് മാത്രമല്ല അമ്മയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും അതും കൂടി നമുക്ക് കാണാം. ഒരു ദിവസം പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറകിൽ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ള, ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുമെന്നറിയാലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല, അത് എങ്ങനെ ചെയ്യണം എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു യൂട്യൂബ് ചാനലിൽ തംബ്നെയിൽ തന്നെ അച്ചായൻ്റെ മുൻ കാമുകി രംഗത്ത് എന്നുള്ള രീതിയിലാണ്. ശരിക്കും ഇതൊരു കാമുകിയാണെന്നുള്ള രീതിയിൽ ഈ ഒരു പെൺകുട്ടി എവിടെയും വന്ന് സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഇനി കാമുകിയാണോ ഇല്ലയോ എന്ന് എനിക്ക് പേഴ്സണലി അറിയത്തുമില്ല. പക്ഷേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായിട്ടുള്ള അടിയും ഇടിയും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ കടിച്ചു പൊങ്ങി നിൽക്കുന്നത്? നിങ്ങൾ അവിടെ ജോലിക്ക് പോയതാണെന്ന് പറയുന്നു, നിങ്ങൾക്ക് ഈ പറയുന്ന പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലെന്നും പറയുന്നു, പിന്നെ എന്തിന് നിങ്ങൾ അവിടെ നിൽക്കണം? മനസാക്ഷിയുടെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊന്നും ആരും വിശ്വസിക്കത്തില്ല.
ഓക്കെ, ഇത്രയൊക്കെ ക്രൂര പീഡനങ്ങൾ നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്? സാധാരണ ഏത് ബുദ്ധിയുള്ള ഒരു പെൺകുട്ടികളും അതാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളുമില്ല, നിങ്ങൾ ഈ പറയുന്ന ഹസ്ബൻഡും വൈഫോ ഒന്നുമല്ല, നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആണെന്നൊന്നും ഇതിനകത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്തടത്തോളം കാലം പിന്നെ എന്തിനാ വീട്ടിൽ ഇങ്ങനെ നിൽക്കണം സഹിച്ച്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ കുറച്ച് നേരം ഞാൻ ഇരുന്ന് പോയി. ആ ഒരു കണ്ടീഷൻ ആയപ്പോൾ അവരമ്മ ചോദിച്ചു എന്തോ അടഞ്ഞു കാണിച്ചു അങ്ങനെ എങ്ങനെയാന്ന് നോക്ക്. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അടി നടുവിനിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല പുള്ളിയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ, പുള്ളി മാന്യനാന്ന് കാണിക്കാൻ ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക. അപ്പം ഞാനെന്നല്ല, നോർമൽ ആര് പുള്ളിയുടെ ഫോൺ വിളിച്ചാലും ഓൾറെഡി കോൾ റെക്കോർഡറാണ് ഫോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ഓരോ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. ആര് വിളിച്ചാലും പുള്ളി ചെയ്യുന്ന ഒരു പരിപാടി അതാണ്. അപ്പോൾ പുള്ളി എന്തെന്ന് പറയുക, പിന്നീട് പുള്ളിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക. ഇതാണ് പുള്ളി ചെയ്യുന്ന മെയിൻ പരിപാടി. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഇല്ലായ്മക്കാരെ മുതലെടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്തിനാണ് ഈ മുതലെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്? കാര്യം അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളോട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പൊന്നുമില്ല. പുള്ളി കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാര്യം സോഷ്യൽ മീഡിയയിൽ ഈ പുള്ളി 10 പേര് അറിയാൻ തന്നെ കാരണം തൊപ്പി കാരണമാണ്. അല്ലാതെ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഇയാൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. അപ്പം അതെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു ബേസിക് ബോധം ഈ പെൺകുട്ടികൾക്ക് ആർക്കും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും അടിയും ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും പിന്നെ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിന്നേന്ന് ഇതുവരെ ഒരു ക്ലാരിറ്റി ഈ ഒരു പെൺകുട്ടി ഈ ഒരു വീഡിയോക്കകത്ത് തന്നിട്ടില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും പറ, ഇത്രയും ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടി എന്തിന് അയാളുടെ കൂടെ കണ്ടിന്യൂ ചെയ്യണം? അവിടെ നിന്ന് ഇറങ്ങി ഓടുകയല്ലേ ചെയ്യേണ്ടത്? പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ആൾക്കാർ പറയും പക തീർക്കുവാണ്, ആ കല്യാണം കഴിഞ്ഞത് ഈ ഒരു പെൺകുട്ടിക്ക് കണ്ടത് പിടിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലേ പോകത്തുള്ളൂ. ഈ പെൺകുട്ടി പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല. ഇതൊക്കെ കൊണ്ടുവന്ന് കേസ് കൊടുക്കണമായിരുന്നു. കേസ് കൊടുത്തായിരുന്നെങ്കിൽ 100% അയാളെ അറസ്റ്റ് ചെയ്തേനെ. അതാണ് പുള്ളി കാണിക്കുന്നത്. അത് വെച്ച് നമ്മളെ എന്താ പറയുക, നമ്മളെ അങ്ങ് തളർത്തും, നല്ല രീതിയിൽ തളർത്തും. ഒന്നാമത് എനിക്ക് ഓൾറെഡി കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആരെയും ആശ്രയിക്കാതെ സ്വന്തം എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡിൽ നിന്ന ഒരാളാണ് ഞാൻ. അപ്പോഴാണ് എനിക്കിത് ആരോടും പറയാൻ പറ്റുന്നില്ല, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പ അമ്മ എന്ന് പറയുമ്പോൾ ഒരു സാധാ ആളുകളാണ്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് എന്നിട്ട് എന്നെ നോക്ക്, എൻ്റെ കാര്യങ്ങൾ ലൈഫ് ലോങ് നോക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഓൾറെഡി കുറേ കൊണ്ട് അവർ വിഷമിക്കുന്നുണ്ട്. അപ്പം എനിക്കിത് എന്താ പറയണമെന്ന് അറിയാൻ വയ്യ. ഞാൻ എന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് കുറേ മിണ്ടാതെ നിന്നു. എനിക്ക് അപ്പോഴും പേടി, പുള്ളി എന്തെങ്കിലും ചെയ്യുമോ, ഇങ്ങനെ ചെയ്ത ഒരാൾ ഇനി എന്ത് കാണിക്കും എന്നുള്ള ഒരു വിപരീതമായിപ്പോയി. അപ്പോൾ അവരമ്മ ഞാൻ പോകാൻ റെഡിയായി, അവിടുന്ന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് റെഡിയായി. അപ്പോൾ അവർ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇപ്പോഴാണ് ഈ വാടക വീട് എടുത്തിരിക്കുന്നത്. ഇപ്പം നിൽക്കുന്നതും വാടക വീട്, അവൻ്റെ സ്വന്തം വീടൊന്നുമല്ല, വാടക വീട്ടിലാണ്. അപ്പോൾ അന്ന് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ ഇതുപോലെ ഫ്ലാറ്റുകാർ പൈസയൊക്കെ കൊടുക്കാത്ത കുറേ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അതൊക്കെ പിന്നീട് അറിഞ്ഞ കഥകളാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. എപ്പോഴും അത് ചിന്തിക്കുക. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കാരണക്കാരിയാണ് നിങ്ങൾ. അവിടെ ചെന്ന് ആദ്യ സമയത്ത് ഇങ്ങനെയൊക്കെ റോങ് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടണമായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ വന്ന് കരഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. ഇതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് അത്ര നല്ല അഭിപ്രായങ്ങളല്ല ഓരോരുത്തർ വന്നിരുന്ന് പറയണത്. പ്രത്യേകിച്ച് അവരുടെ ക്ലോസ് റിലേറ്റീവ് തന്നെ ഈ പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടാണ് വന്ന് സംസാരിച്ചിരിക്കുന്നത്. ഈ തെളിവുകളും എവിഡൻസും എല്ലാം കൂടെ കൊണ്ടുവന്ന് പുറത്തിടുമെന്നുള്ള രീതിയിലോട്ടൊക്കെ തന്നെയാണ് അവർ വോയിസിൽ നമ്മൾ കേൾക്കുന്ന അനുസരിച്ച്. അതുമാത്രമല്ല ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി കുറേ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ 3-4-5 പേരെ എങ്ങാണ്ട് അമ്പലത്തിലെങ്ങാണ്ട് പോയി കല്യാണം കഴിച്ചിട്ട് കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അമ്മ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് ആ പെണ്ണുങ്ങളെ എന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ളൊരു വളരെ വ്യക്തമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലാത്ത പക്ഷം ഇത്രയൊക്കെ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ഇയാളുടെ പേരിൽ കേസ് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മുൻഗണനയുള്ളൂ. പ്രത്യേകിച്ച് ആണുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു മുൻഗണനയും കിട്ടത്തില്ല. അതുകൊണ്ട് ഇയാളുടെ പേരിൽ കേസ് കൊടുക്കുക, ഇത്രയൊക്കെ ഒരു ഭൂലോക കള്ളനാണെങ്കിൽ. അങ്ങനെ പുള്ളി ഇതുപോലെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവരമ്മ കൈയും കാലും പിടിച്ചിട്ട് പറഞ്ഞു, പോരുത് മോളെ, എനിക്കാരുമില്ല മോളെ വിഷയുടെ അവൻ്റെ ഭാര്യ, അപ്പോൾ ഇനി ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ ഒരു സ്ത്രീയാണ്, അമ്മയ്ക്കറിയാം ഒരു പെണ്ണിന് ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലെ തണ്ടും തടിയുള്ള ഒരുത്തൻ ചുമ്മാ അത് നമ്മൾ അടിക്കുക, ഇവൻ്റെ ആരാ ഞാൻ വൈഫാണോ?
അല്ലെങ്കിൽ അവൻ്റെ പെങ്ങളാണ്, എൻ്റെ ഒരു ഇതുമല്ല ഞാൻ. ആണെങ്കിൽ അങ്ങനെ ഒരാളെ ആണെങ്കിൽ പോലും അവരെ പോലും അടിക്കുന്നത് തെറ്റാണ്. കാര്യമായിട്ട് ഫേസ് ടു ഫേസ് പറയുക, അല്ലാണ്ട് ഒരാളെ അടിക്കുകയും പിടിക്കുകയെന്ന് ആണത്തോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് പ്രതികരിച്ചു, അമ്മ എനിക്ക് നിങ്ങളുടെ മോൻ്റെ ഒരു ആവശ്യമില്ലാതെ തള്ളു കൊള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ തൊട്ട് സത്യമൊക്കെ ചെയ്തു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പോട്ടെ, ഒരു അമ്മ പറഞ്ഞതല്ല. അപ്പോഴും നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോയി. ആ ഒരു രീതിയിൽ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ പുള്ളി എന്നെ സ്വന്തമാക്കണം, പുള്ളിയുടെ വൈഫാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഈ പറയുന്ന പെൺകുട്ടി വൈഫാണെന്നും പറഞ്ഞ് അച്ചായൻ നാടുനീളം പറഞ്ഞുകൊണ്ട് നടക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഈ ഒരു പെൺകുട്ടി എതിർത്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം വായും കൊണ്ട് വന്നിരുന്ന് പറയുന്നതല്ലാതെ ഈ പറയുന്ന പെൺകുട്ടി ഇതിനെല്ലാം അന്നേ കൊണ്ടുവന്ന് വല്ല കേസോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കരഞ്ഞ് നാട്ടുകാരത്തൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ? നിങ്ങൾക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ സ്വന്തമായിട്ട് നാണം കിടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവരൊക്കെ ഇയാളുടെയൊക്കെ പുറകെ പോകുമോ? ഇത്തിരി ബുദ്ധിയും ഇവരുള്ളവർ പോകുമോ? കാര്യം ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ളതിന് ഇപ്പം വന്നിരുന്ന് ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് എന്താണ് പ്രയോജനം? എനിക്ക് ഈ പറയുന്ന അച്ചായനോടും വലിയ താല്പര്യമില്ല. ഈ ഒരു പെൺകുട്ടി വന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ല. അവിടെ പോയി ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പെൺകുട്ടി വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അതും അയാളുടെ ഒരു കല്യാണം കഴിഞ്ഞ ഈ ഒരു സമയത്ത് വന്ന്. അന്നേരം ആര് വിശ്വസിക്കാനാണ് ഇതൊക്കെ? എന്തായാലും ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.